ജനറലി നമ്മൾ ധാരണ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രോഗേഷൻ റിപ്പോർട്ട്സ് മനസ്സിലാക്കുന്നത് ഇത് അധികം വരുന്നത് ആന്ധ്ര ഒറീസ ബോർഡർ ആ ഏരിയ എന്ന് പറയുന്നതാണ്. പിന്നെ രണ്ടാമത്തത് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. അത് ഈ ബാംഗ്ലൂർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് കണ്ടത് ബാംഗ്ലൂർ. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ആ ഒമാൻ എന്ന ഒരു വ്യക്തിയുടെ കൈനസ് സ്വീച്ച് ചെയ്ത ഡ്രഗ് അതിന്. പിന്നെ മൂന്നാമത്തത് പുറത്തുനിന്ന് വരുന്നത് ഹെറോയിനും കൊക്കൈനും പോലത്തുള്ളത് പുറത്തുനിന്ന് അവർ ഈ ഏരിയൽ റൂട്ട്സോ അത് മറ്റേ എയർപോർട്ട്സോ അല്ലെങ്കിൽ സീ പോർട്ട്സോ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയ സേന ഉണ്ട്. 88,000 സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്സ് ഉണ്ട്. അവരും അതുപോലെ തന്നെ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് നമുക്കുണ്ട്. അവരും പ്ലസ് ജനമൈത്രിയുടെ ഭാഗമായിട്ടുള്ള സമൂഹത്തോടുള്ള നിങ്ങൾക്ക് വളരെ പോലീസിന് കൂടുതലായിട്ടുള്ള എണ്ണമുള്ള ആളുകൾ നിങ്ങളുടെ ബന്ധമുള്ള ആളുകളുണ്ട്. അവരും ഈ 3 കാറ്റഗറീസ് ആളുകളും നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും ഈ തടയാൻ സാധിക്കാൻ തോന്നുന്നു. പൊതുവെയുള്ള ഒരു പരാതി മയക്കുമരുന്ന് കടത്തുന്നയാളെ പിടിക്കുന്നു, അതിന് മുകളിലോട്ട് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നില്ല എന്നുള്ളതാണ്. ആരാണോ പ്രധാനപ്പെട്ട ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം പൊതുവെയുണ്ട്. അങ്ങനെ അതിനൊരു പരിഹാരം കാണുമോ? തീർച്ചയായിട്ടും ഇതിൽ ഈ ഇൻവെസ്റ്റിഗേഷനിൽ കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അത് മനസ്സിലാക്കണം ആദ്യം. കാരണം ഇവർ ഇപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചാണ് പൂർണ്ണമായിട്ട് അവർ ചെയ്യുന്നത്. നമുക്ക് ആ ലിങ്ക്സ് കണ്ടുപിടിക്കുക, അവരിനെയും കൂടെ കേസിൽ ഉൾപ്പെടുക എന്നത് കുറച്ച് ലീഗൽ ചാലഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ചാലഞ്ചസ് ഇതിലുണ്ട്. അത് നമ്മൾ ഒരു സമഗ്രമായ രീതിയിൽ അതിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പലരും ഇവിടെ ഇല്ല. പലരും പുറത്ത് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പുറത്ത് അന്യ രാജ്യങ്ങളിൽ അന്യ ദേശങ്ങളിലാണ് അവർ പ്രവർത്തിക്കുന്നതാണ് അവരുടെ ഈ വ്യാപാരം. അതിന് ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച NCBയും കൂടെ നമ്മൾ ഇത് ഉൾപ്പെടാൻ കാരണം തന്നെയാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വിദേശത്തുനിന്ന് മയക്കുമരുന്ന് കേരളത്തിലോട്ട് രാജ്യത്തേക്ക് ഒഴുകി വരുന്നുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ പഞ്ചാബിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഒരുപക്ഷെ ഈ മയക്കുമരുന്ന് ഒരു തീവ്രവാദ പ്രവർത്തനം പോലെ രാജ്യത്തിന് ഭീഷണിയായത് ഒരുപക്ഷെ ചരിത്രം നോക്കുമ്പോൾ പഞ്ചാബായിരിക്കാം. സമാനമായ ഒരു സാഹചര്യം ഇപ്പോഴും രാജ്യം നേരിടുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലേ, നമുക്ക് ഇവിടുത്തെ 3 കാറ്റഗറീസായിട്ട് ഡ്രഗ്സ് ആയിട്ടുള്ളതാണ്. ഒരെണ്ണം ഗാഞ്ച പോലത്തുള്ളതാണ്. ജനറലി നമ്മൾ ധാരണ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രോഗേഷൻ റിപ്പോർട്ട്സ് മനസ്സിലാക്കുന്നത് ഇത് അധികം വരുന്നത് ആന്ധ്ര ഒറീസ ബോർഡർ ആ ഏരിയ എന്ന് പറയുന്നതാണ്. പിന്നെ രണ്ടാമത്തത് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. അത് ഈ ബാംഗ്ലൂർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് കണ്ടത് ബാംഗ്ലൂർ. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ആ ഒമാൻ എന്ന ഒരു വ്യക്തിയുടെ കൈനസ് സ്വീച്ച് ചെയ്ത ഡ്രഗ് അതിന്. പിന്നെ മൂന്നാമത്തത് പുറത്തുനിന്ന് വരുന്നത് ഹെറോയിനും കൊക്കൈനും പോലത്തുള്ളത് പുറത്തുനിന്ന് അവർ ഈ ഏരിയൽ റൂട്ട്സോ അത് മറ്റേ എയർപോർട്ട്സോ അല്ലെങ്കിൽ സീ പോർട്ട്സോ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്രയും 3 കാര്യങ്ങളിലെ നമ്മൾ നിരീക്ഷണം കൂട്ടണമാണ്. ബോർഡേഴ്സിലെ നമ്മൾ നിരീക്ഷണം കൂട്ടണം, അവിടുത്തെ ശക്തിപ്പെടുത്തണം. അതുപോലെ തന്നെ ഇതിന് ആവശ്യമുള്ള ഇൻ്റലിജൻസിന് കളക്ഷൻ അതിന് കൂട്ടിയിട്ട് അതിൽ ആക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. മറ്റൊന്ന്, നേരത്തെ സാറ് ചുമതലയേൽക്കുന്നതിന് മുമ്പേ ചർച്ചയായത് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗമാണ്. പ്രത്യേകിച്ച് ഈ ലൊക്കേഷനുകളിൽ കൂടുതൽ സമയം ജോലി ചെയ്യാൻ എന്ന രീതിയിൽ കൂടുതൽ ആളുകൾ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ ലൊക്കേഷനുകളൊക്കെ കർശനമായ പരിശോധനയും ഒന്നുകൂടെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന അങ്ങനെ ഒരു അഭിപ്രായം പോലീസിനുണ്ടോ? അത് ഞാൻ ഞാൻ അതിൻ്റെ കാര്യം പഠിച്ചിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ആവശ്യമുള്ള രീതിയിൽ നമ്മൾ നടപടി സ്വീകരിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ വിൽപ്പനയ്ക്ക് ഈ മയക്കുമരുന്നുകൾ വിൽപ്പന നടത്താൻ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്ന കാര്യമുണ്ട്. അപ്പം അതിൽ പോലീസ് മാത്രം വിചാരിച്ചാൽ അത് തടയാൻ സാധിക്കുമോ? അപ്പം ഈ പാരൻസും അതുപോലെ പബ്ലിക്കിൻ്റെ ഒക്കെ സപ്പോർട്ട് ഈ കാര്യത്തിന് കൂടുതൽ ആവശ്യം വരില്ലേ? താങ്കൾ സൂചിപ്പിച്ച വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയ സേന ഉണ്ട്. 88,000 സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്സ് ഉണ്ട്. അവരും അതുപോലെ തന്നെ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് നമുക്കുണ്ട്. അവരും പ്ലസ് ജനമൈത്രിയുടെ ഭാഗമായിട്ടുള്ള സമൂഹത്തോടുള്ള നിങ്ങൾക്ക് വളരെ പോലീസിന് കൂടുതലായിട്ടുള്ള എണ്ണമുള്ള ആളുകൾ നിങ്ങളുടെ ബന്ധമുള്ള ആളുകളുണ്ട്. അവരും ഈ 3 കാറ്റഗറീസ് ആളുകളും നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും ഈ തടയാൻ സാധിക്കാൻ തോന്നുന്നു. റിപ്പോർട്ടർ TV മയക്കുമരുന്നിനെതിരെ ക്യാമ്പയിൻ ഞങ്ങൾ നേരത്തെ കാസർഗോഡ് മുതൽ തുടങ്ങിയതാണ്. മിക്കയിടങ്ങളിലും ഈ റോഡ് ഷോ റാലിയാണ്. വലിയ ജനപിന്തുണ ലഭിച്ചിരുന്നു. ഞങ്ങൾ ഇനിയും ആ റാലി തുടരും. അപ്പോൾ തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു പോലീസിൻ്റെ ഫൈറ്റിനൊപ്പം റിപ്പോർട്ടർ TVയും ഉണ്ടാകും. താങ്ക് യു. അത് നമ്മുടെ കൂടെ ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ഒന്നിച്ച് ചെയ്യാം. അവയർനെസ് കൂട്ടാൻ വേണ്ടിയും പിന്നെ ഈ പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയും പിന്നെ അതുപോലെ തന്നെ അഡിക്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒരു റിലീഫ് കൊടുക്കാനുള്ള ഒരു ഭാഗത്തിനും കൂടെ എല്ലാം നമ്മൾ ഒരു ഓൾ ഗവൺമെൻറ് അപ്രോച്ച് ഇതിൽ ആവശ്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.